വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. സ്നേഹപിതാവായ ദൈവമേ, തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന്. ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു എന്ന് ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചല്ലോ. തമ്പുരാനെ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി മാറാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുന്ന സമയത്ത് എൻ്റെ വചനത്തിൻ്റെ ശക്തി അയച്ച് ഞങ്ങളുടെ പാതകളിൽ വെളിച്ചമായി, പാദങ്ങൾ കല്ലിൽ തട്ടാതെ ഞങ്ങളെ കാക്കുന്ന സംരക്ഷക പ്രകാശമായി നിൻ്റെ വചനത്തെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനപൂർവം ഒന്ന് ശ്രവിക്കുകയാണ്. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവരെടുത്തോണ്ടു പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ഈശോയുടെ സ്നേഹമുള്ളവരെ, ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ച് കടന്നുപോയിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു വചനഭാഗം. പലപ്പോഴും ധ്യാനപൂർവം പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലർക്കും ആവശ്യം വേണ്ട ഒരു വലിയ സന്ദേശം പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധാപൂർവം നമുക്ക് ഈ വചനത്തിലൂടെ ഒന്നുകൂടി കടന്നു പോകാം. പ്രിയമുള്ളവരെ, സാധാരണ രീതിയിൽ നമ്മുടെ ഔപ്രാസ്യമൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, മരിച്ചാലും മറക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ചിലർ ഇപ്പോൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് സ്നേഹിക്കുന്ന മറ്റു വ്യക്തി പറയുന്ന ഒരു ഡയലോഗാണ്, ചത്താലും നിന്നെ വിടില്ല, നിന്നെ വിട്ട് ഞാൻ പോവില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വചനഭാഗത്തിൽ മഗ്ദലേന മറിയം അവരുടെ മനസ്ഥിതി എന്ന് പറയുന്നത്, അവൾ പ്രകടമാക്കുന്ന ആ സ്വഭാവം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ ഡെഡ് ബോഡി ചത്താലും ഈശോയെ നിന്നെ ഞാൻ വിടില്ല എന്നുള്ള ഒരു മനോഭാവമാണ്. ചത്താലും വിടില്ല കർത്താവെ. നമുക്കറിയാം, സന്ദർഭം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സന്ദർഭമാണ്. ഈശോ മരിച്ചതിന് ശേഷം അവൻ ഉയർത്തു എന്നുള്ളതിന് യാതൊരു അടയാളവുമില്ല, ഒരു അത്ഭുതവുമില്ല, അടയാളങ്ങളില്ല. കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ പ്രവർത്തികളൊന്നും
അവൻ ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെ ചെയ്തോ അതുപോലെ പ്രകടമാകാത്ത ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കണം. ഈ ഒരു സമയത്താണ് മഗ്ദലേന മറിയം കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്ക് മുൻപിൽ നിൽക്കുന്നത്. എന്താണ് അവിടെ പറയുന്ന കാര്യം? എല്ലാവരോടും ആവർത്തിച്ച് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ ഡെഡ് ബോഡി, ജീവനില്ലാത്ത ശരീരം എനിക്കിങ്ങോട്ട് താ എന്നുള്ളതാണ്. അത്ര സ്നേഹമായിരുന്നു ഈശോയെ. മഗ്ദലേന മറിയം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം ഇതാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈശോ മരിച്ചല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്ന ചില സമയങ്ങളുണ്ട്. ചില മാതാപിതാക്കളുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിപിഴച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മളും അറിയാതെ പറയുന്നൊരു കാര്യമാണ്, ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? അവനുണ്ടെങ്കിൽ എന്തിങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരവസ്ഥയാണ്. മഗ്ദലേന മറിയത്തിനുണ്ടായ ഒരവസ്ഥ. കർത്താവിൻ്റെ ഒരു ലൈഫ് സൈൻ പോലുമില്ല, ജീവിച്ചിരിക്കുന്നതിന് അടയാളമില്ലാത്ത ഒരവസ്ഥയിലും മഗ്ദലേന മറിയം കർത്താവിനെ വിടാതെ വേദനയോടുകൂടി ചലനമറ്റ ദൈവത്തിൻ്റെ ശരീരം പ്രതീക്ഷിച്ചുകൊണ്ടെങ്കിലും അവിടെ അവളെ കാത്തിരിക്കുന്ന സുന്ദരമായൊരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് അവൾ കരഞ്ഞുകൊണ്ട് ആഗ്രഹത്തോടു കൂടി അവൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കുമ്പോൾ ദൈവദൂതന്മാരുടെ ദർശനമുണ്ടായി എന്ന് വചനം പറയാണ്. നമ്മൾ കാണുന്നുണ്ട്, ഇതുപോലെ തന്നെ വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്ന ഔസേപ്പിതാവ് എന്ന് പറയുന്ന മനുഷ്യന് ദൈവദൂതന്മാരുടെ ദർശനമുണ്ടായിട്ടുണ്ട്. ഔസേപ്പിതാവ് ചെയ്തത് എന്തായിരുന്നു? മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അതൊരു ദൈവിക പുണ്യമാണ്, ദൈവിക സുഹൃതമാണ്. എങ്കിലും വേദനയോടുകൂടി ഇതേക്കുറിച്ച് അവളെ എങ്ങനെ അപമാനിതയാക്കാതെ മുന്നോട്ട് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എങ്ങനെ അപമാനം നൽകാതെ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ദൈവദൂതൻ്റെ ദർശനം ഉണ്ടാവുന്നത്. ഇതപ്രകാരം ഉണ്ടാവുന്ന ഒരു രണ്ടാമത്തെ ദർശനമായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് നന്മ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ വേദനകളിൽ തമ്പുരാനെ വിടാതെ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് ദൈവദൂതന്മാരുടെ ദർശനം അത് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഇതിൽ കാണുന്നുണ്ട്, മറിയത്തിൻ്റെ ഈ സ്നേഹം കണ്ടപ്പോൾ കർത്താവിന് വരാതിരിക്കാനായിട്ട് പറ്റിയില്ല. പുറകെ വന്നിട്ട് അവളോട് ചോദിക്കുന്ന ചോദ്യം, എന്തിനാ കരയണേ, ആരെയും നീ അന്വേഷിക്കണേ എന്ന് ചോദിച്ചപ്പോൾ മറിയം പറയാ അവൾക്കത് മനസ്സിലായില്ലെന്ന് പറയണേ. കാരണം ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട് പലപ്പോഴും അവൾക്ക്, ഇപ്പം നമ്മുടെ കാര്യമാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ദുഃഖിച്ച് മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്കൊരു മുറിവോ വേദനയോ ഉണ്ടായെങ്കിൽ പലപ്പോഴും നമ്മളെ സാന്ത്വനിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നവർ പോലും ചിലപ്പോൾ നമുക്ക് ശത്രുക്കളായിട്ട് തോന്നും. നമ്മൾ കടിച്ചു കീറി ചെല്ലും. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ചോ ആളൊരു വിഷമത്തിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ ചെന്നാച്ച, പക്ഷെ എന്നെ ചെകുത്താനെ കാണുന്ന പോലെ കണ്ടത്. ചിലപ്പോൾ നമുക്ക് പല നന്മകളെയും നമ്മുടെ ദുഃഖം കാരണം ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാറില്ല. പക്ഷേ ഇവിടെ മഗ്ദലേന മറിയത്തിനോട് ദുഃഖം ഇതായിരുന്നു, എൻ്റെ ഗുരുവിനെ എനിക്ക് തിരിച്ചു തരണം, ഡെഡ് ബോഡി എങ്കിൽ ഡെഡ് ബോഡി തിരിച്ചു താ. ഇത്രയും സ്നേഹം കണ്ടപ്പോൾ തമ്പുരാന് തന്നെ വെളിപ്പെടുത്താതിരിക്കാൻ കഴിഞ്ഞില്ല. അവളെ ഏറ്റവും സ്നേഹിക്കുന്ന അവളുടെ പേര് ദൈവം അവളെ വിളിക്കുക, മേരിയെ എന്ന് വിളിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ആ വിളിയുടെ ആ ശൈലി അതെൻ്റെ തമ്പുരാൻ്റെ തന്നെയാ എന്ന് മനസ്സിലാക്കി അവൾക്ക് പെട്ടെന്ന് തിരിച്ചറിവ്, ഇതെൻ്റെ ഈശോയാ. ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം അടുത്ത വചനമാണ്. ഈശോ അവളോട് പറയുന്നത് ഇങ്ങനെയാണ്, അവളെ നീ എന്നെ തടയരുത്, ഞാനെൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. നോക്കിയേ, മറിയത്തോട് ഈശോ പറയാണ്, നീ എന്നെ തടയരുത്. മറിയത്തിന് ഈശോയെ തടയാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. മറിയത്തിന് ഈശോയെ തടയാൻ പറ്റുമോ? നമ്മൾ വചനഭാഗത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്, അധികം സ്നേഹിക്കുമ്പോൾ ഈശോ തടയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് സർവശക്തനും നിത്യനുമാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ ദൈവത്തിനുള്ളൊരു ബലഹീനതയുണ്ട്.
അത് എത്ര പാപം ചെയ്താലും മനസ്സറിഞ്ഞ് എൻ്റെ ഈശോയെ എനിക്കിതിന് ഒത്തിരി ഇഷ്ടമാട്ടോന്നൊന്ന് പറഞ്ഞ, എനിക്കിതിനോട് ഭയങ്കര സ്നേഹമാട്ടോന്ന് പറഞ്ഞ പഴയ പാപങ്ങളൊക്കെ മറന്ന് ഓടി വരുന്നൊരു കർത്താവുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ അധികം സ്നേഹിച്ചവരുടെ മുമ്പിൽ കർത്താവ് നിന്നിട്ടുണ്ട്. അതായത് അന്ധനായ ബർത്തമിയൂസ് വഴിയരികിൽ ഇരുന്നു കൊണ്ട് അവന് കണ്ണിന് കാഴ്ച കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. അവിടെയുള്ള ജനക്കൂട്ടം മുഴുവൻ മിണ്ടാതിരിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ ആ ജനക്കൂട്ടത്തേക്കാൾ അധികമായി ഉച്ചസ്വരത്തിൽ കർത്താവിനെ വിളിച്ചു കരഞ്ഞുമ്പോൾ ഇതേ ആക്ഷനാണ്. അവിടെ നിന്നു എന്ന് വചനം പറയുക. ഈശോ അവിടെ നിന്നു. പിന്നീട് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ വീണ്ടും കാണുന്ന കാര്യം, രക്തസ്രാവക്കാരി സ്ത്രീ. ഇവിടെ നമുക്കറിയാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവൾ പുറത്തേക്ക് ഇറങ്ങിയ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. എന്നാലും ധൈര്യം അവലംബിച്ച് ജനക്കൂട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഇത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ഈശോയുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടപ്പോൾ സെയിം ആക്ഷൻ കർത്താവ് അവിടെ നിന്നു എന്ന് വചനം പറയാം. സക്കേവൂസ് കഷ്ടപ്പെട്ട് മരത്തിൽ കയറി. ശരിക്കും സക്കേവൂസിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അതായത് ഞാനും പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ്, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈശോ വന്നു കണ്ടപ്പോൾ സക്കേവൂസിന് കാണാൻ പറ്റിയില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞ അടുത്ത പ്രാവശ്യം നോക്കിയേക്കാം. പക്ഷെ സക്കേവൂസ് അങ്ങനെയായിരുന്നില്ല. അത്രമാത്രം വലുതായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ മരത്തെ പടച്ചു കയറി. തമ്പുരാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവൻ ആ മരത്തെ പടച്ചു കയറി കഴിഞ്ഞ സമയത്ത് കർത്താവ് ആ മരത്തിൻ്റെ അടി വന്ന് അവിടെ നിന്നു. ഒരടി മുന്നോട്ട് വയ്ക്കാൻ നമ്മുടെ കർത്താവിന് പറ്റണില്ല. മുന്നോട്ട് വയ്ക്കാതെ അവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് മുന്നോട്ട് നീങ്ങി. ഇങ്ങനെ ആലോചിക്കുമ്പോൾ കർത്താവ് മറിയത്തോട് നീ എന്നെ തടയരുത് എന്ന് പറഞ്ഞതിലൊരു അർത്ഥമുണ്ട്. സ്നേഹിക്കുന്നവന് കർത്താവിനെ തടയാൻ പറ്റും. അവൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് വെച്ച് കവച്ചു വെച്ച് പോകാൻ നമ്മുടെ കർത്താവിന് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചത്താലും വിടരുത്, മരിച്ചാലും വിടാൻ പാടില്ല നമ്മുടെ കർത്താവിനെ. അവൻ വരും, നമ്മുടെ കൂടെ നിൽക്കും. ചില സമയത്ത് നമുക്കൊക്കെ അങ്ങനെ തോന്നും. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല നമ്മുടെ ആത്മീയത. ഈശോയെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അത് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലല്ലേ ഈശോയെ സ്നേഹിക്കേണ്ടത്? അതോ എൻ്റെ മൂഡ് ചേഞ്ചിനനുസരിച്ചാണോ ഈശോയെ ഞാൻ സ്നേഹിക്കേണ്ടത്? കർത്താവ് ചോദിക്കുന്നില്ലേ, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരസ്ഥനായിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? അതിനെ മറിയം നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ സ്വഭാവ വ്യത്യാസത്തിനനുസരിച്ച്, മൂഡ് ചേഞ്ചിനനുസരിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിലല്ല കർത്താവിനെ സ്നേഹിക്കേണ്ടത്. മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് തയ്യാറാടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിന്നു തരും. കാരണം ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്തു നോക്കിയാലും വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, ആദ്യ നാളുകളിൽ അവർ തമ്പുരാനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങൾ നേടുമായിരുന്നു. പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? പിന്നീട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് ചെയ്തു കൊടുക്കുക. വിശുദ്ധരുടെ ജീവിതം നമുക്കറിയാമല്ലോ. യേശുനാമത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കും കർത്താവ്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താതെ യേശുനാമത്തെ അത്ഭുതം നടക്കട്ടെ എന്ന് പറയുമ്പോൾ പലപ്പോഴും നടക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നതും ഇവിടെ നമ്മൾ അളക്കേണ്ടത് നമുക്ക് ഈശോയോടുള്ള സ്നേഹമാണ്. അതെന്തുമാത്രം വലുതാണോ? കർത്താവിനെ കീഴടക്കാൻ തക്ക സ്നേഹം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കടന്നു പോകാൻ പറ്റില്ല. ഈശോ പറഞ്ഞു കേട്ടില്ല, എന്നെ തടയല്ലേ, എനിക്ക് പോകണം. അർത്ഥം നീ വിചാരിച്ച എന്നെ തടയാൻ പറ്റും, കാരണം നിൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് വെച്ച് പോവാൻ എനിക്ക് പറ്റില്ല മേരിയെ എന്ന് ഈശോ പറയാ. പ്രിയമുള്ളവരെ, തടഞ്ഞു നിർത്തണ്ടേ നമ്മുടെ കർത്താവിനെ? മേടിച്ചെടുക്കണ്ടേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും? സ്നേഹിക്കുക, ചത്താലും വിടാത്ത പോലെ. എന്ത് ജീവിതത്തിൽ ദുരവസ്ഥ ഉണ്ടായാലും വിടരുത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഗ്ദലേന മറിയം എവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. മഗ്ദലേന മറിയം പ്രാർത്ഥിച്ചത് കല്ലറയ്ക്ക് മുന്നിലാണ്. എന്താണ് ആ കല്ലറയുടെ പ്രത്യേകത? അത് ഉദ്ധിതനായ കർത്താവിൻ്റെ കല്ലറയാണ്. കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അനുദിന ബലിയർപ്പണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബലിപീഠം, നമ്മുടെ ദേവാലയത്തിലെ ബലിപീഠം, സഭ നമ്മെ പഠിപ്പിക്കുന്നു അത് ഉദ്ധിതനായ കർത്താവിൻ്റെ കല്ലറയാണ് എന്നുള്ളത്. സമയം, മഗ്ദലേന മറിയം പോയ സമയം എന്ന് പറയുന്നത് പ്രഭാതമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന്
കർത്താവിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ, അതായത് പരിശുദ്ധമായ ബലിപീഠത്തിന് മുൻപിൽ വന്നു നിന്നുകൊണ്ട് എനിക്കെൻ്റെ കർത്താവിനെ തന്നം എന്ന് പറഞ്ഞ് കരയുന്നവരുടെ കണ്ണുനീര് അവഗണിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ കർത്താവിന് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ കരഞ്ഞു നിൽക്കാനായിട്ട് തയ്യാറാവുക. ഓരോ പ്രഭാതത്തിലും ബലിയർപ്പണത്തിലും എനിക്ക് അമ്മമാരോടാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. കാരണം ഇതൊരു സ്ത്രീയാണ്. അച്ഛൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേരെ അറിയാം. മക്കൾ വഴിതെറ്റിപ്പോയിട്ട് കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ ബലിപീഠത്തിൽ ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മക്കളെ തിരിച്ചു പിടിച്ചിട്ടുള്ള അമ്മമാർ, സ്വന്തം ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതം കണ്ട് മടുത്തിട്ട് കണ്ണീരോടുകൂടി ദൈവമേ എൻ്റെ ഭർത്താവിനെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഭർത്താവിനെ സഹിക്കാനുള്ള ശക്തിയും സഹനത്തിലൂടെ അദ്ദേഹത്തെ മാറ്റിയെടുക്കാനുള്ള കൃപയും ലഭിച്ച ഒരുപാട് അമ്മമാർ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ബലിപീഠമാണ്. ഇവിടെ നിന്ന് കരഞ്ഞാൽ, ഈ കല്ലറയ്ക്ക് മുൻപിൽ നീ കരഞ്ഞാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന ശക്തി എന്താണെന്നുള്ള തിരിച്ചറിവ് ഇല്ലായ്മയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും കരയാൻ ഇഷ്ടപ്പെടുകയില്ല. ഒരു പള്ളി വന്നാലോ പ്രാർത്ഥിച്ചാലോ നമ്മുടെ കണ്ണീരൊഴിക്കാൻ നമുക്കിഷ്ടമല്ല. പക്ഷെ മദ്രേണ മറിയം പറയുന്നു, വിടരുത്. വിടാതെ പിടിച്ചാൽ അവൻ നിന്നെ കാണാൻ വരും. ദൈവദൂതന്മാരുടെ ദർശനമുണ്ടാകും. കറക്റ്റായിട്ട് നിൻ്റെ വഴിയിൽ കർത്താവ് നിന്നെ നയിച്ചുകൊള്ളും. ഈ മദ്രേണ മറിയത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7:37 ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും കാരണം ഇവള് അധികം സ്നേഹിച്ചു. ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും കാരണം ഇവള് അധികം സ്നേഹിച്ചു. അധികം സ്നേഹിക്കുന്നവരുടെ പാപങ്ങൾ പെട്ടെന്ന് ക്ഷമിക്കുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് നടന്ന വചനഭാഗം കൂടി നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അവൻ്റെ കൂടെ പ്രവർത്തിച്ച് അവൻ്റെ ഹൃദയം അറിഞ്ഞ് ആദ്യ കുർബാന സ്ഥാപിച്ച വേള അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ 2 പേര് കല്ലറയിലേക്ക് വരുന്നുണ്ട്. അവർ വന്നിട്ട് കല്ലറയ്ക്കകത്തേക്ക് നോക്കി, അവനിവിടെ ഇല്ലടാ, ബോഡിയില്ല, ഒന്നുമില്ല, ശവം പോലും കാണാനില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുക. ഇവിടെ പോവാതെ പിടിച്ചു നിന്നത് നമ്മുടെ മദ്രേണ മറിയമാണ്. നോക്കിയേ, ചില സമയങ്ങളിൽ ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും എന്നെപ്പോലെ അഭിഷിക്തരായിട്ടുള്ള പുരോഹിതനെന്ന് പറയുമ്പോഴും പല ആത്മീയ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയുമ്പോഴും കർത്താവിനെ അധികം സ്നേഹിക്കാനായിട്ട് പലപ്പോഴും പറ്റാത്ത ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ചോദ്യചിഹ്നമായി ഒരുപാട് അമ്മച്ചിമാരും കൊച്ചുകുട്ടികളും വന്ന് അവരുടെ ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, അല്ലയോ പുരോഹിത, നീ എന്തുമാത്രം വളർന്നു കർത്താവിനുള്ള സ്നേഹം കൊണ്ട്, എന്തുമാത്രം ഉയർന്ന ഈശോയോടുള്ള സ്നേഹം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ മദ്രേണ മറിയം പറയുന്ന ഈ കടുംപിടുത്തം ഒരിക്കലും ഞാൻ വിടുകയില്ല. ഇങ്ങനെ വിടാതെ പിടിച്ചു നിന്നവർ പിന്നീട് അത്ഭുതങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ വിശുദ്ധ മോനിക്ക കരഞ്ഞ് കരഞ്ഞ് ബലിപീഠത്തിന് മുൻപിൽ കർത്താവിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് 30ഓളം വർഷങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചതിന് അടയാളമായി ആ വിശുദ്ധയ്ക്ക് ലഭിച്ചത് പണ്ഡിതനായ, ശക്തനായ, വിശുദ്ധനായ ഒരു മകനെയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആ വിശുദ്ധയുടെ ഭർത്താവ് മാനസാന്തരപ്പെട്ടു എന്ന് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ കല്ലറയ്ക്ക് മുൻപിലുള്ള കരച്ചിലുകളൊന്നും തന്നെ പാഴായി പോകുന്നില്ല. ഏത് ലൈഫ് സ്റ്റാറ്റസിലുള്ള വ്യക്തിയായാലും, തൊട്ട് മുമ്പ് വന്നത് ശിഷ്യന്മാരാണ്, അവർക്ക് ആ ഒരു ഉത്ഥാനത്തിന് അനുഭവം ലഭിച്ചില്ല. മദ്രേണ മറിയത്തിന് ലഭിച്ചു. ഞാൻ ഇന്ന ലൈഫ് സ്റ്റാറ്റസിലുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് ദൈവാനുഭവം ഉണ്ടാകും എന്നുള്ളതിന് തെളിവൊന്നുമല്ല. അതിന് കർത്താവിനെ അറിഞ്ഞ് സ്നേഹിക്കാനായിട്ട് പഠിക്കുക തന്നെ വേണം. ഈ മദ്രേണ മറിയത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ കാണാം, ഇവള് കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ചു ചുംബിച്ചവളാണ്. ഇവളിങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്നേഹത്തിൻ്റെ ഈ ഓരോ പ്രകടനവും കണ്ടുകൊണ്ട് ശിമയോൻ എന്ന് പറയുന്ന കർത്താവിനെ വിരുന്നിന് വിളിച്ച ആ വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പ്രകാരം ചിന്തിക്കുന്നുണ്ട്, എന്ത് തരത്തിലുള്ള സ്ത്രീയാണ് അവനെ തൊടുന്നതെന്ന് ഇവൻ അറിയുന്നുണ്ട്. പക്ഷേ
ഇത് മനസ്സിലാക്കിയിട്ട് ഈശോ അവരോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ശിമയോനെ, ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുന്നവർ തമ്മിൽ കണക്കുകളൊന്നും സൂക്ഷിക്കാറില്ല എന്ന് പറയണേ. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് അവൻ കണക്ക് പറയുന്നത് കാണാനിട വന്നിട്ടുണ്ട്. ശിമയോനോട് പറയാനുണ്ടല്ലോ, ശിമയോനെ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് കാലെഴുകാൻ വെള്ളം തന്നില്ലല്ലോ. ഇവള് ചെയ്യണണ്ട, കണ്ണീരുകൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകി, തലമുടി കൊണ്ട് തുടയ്ക്കണ കണ്ട, നീ എനിക്ക് വിശുദ്ധമായൊരു ചുംബനം തന്നില്ല. പക്ഷെ ഞാനിവിടെ കയറിയത് മുതൽ ഇവള് ചുംബനം കൊണ്ട് എൻ്റെ പൊതിയ അതിൽ നിന്ന് വിരമിച്ചിട്ടില്ല. നോക്കിയേ, ഇവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കാരണം ഇവള് അധികം സ്നേഹിച്ചു. തമ്പുരാൻ്റെ മുൻപിൽ നിൻ്റെ സ്നേഹം അത് പ്രകടിപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ മഗ്ദലേന മറിയം. അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, കാരാഗ്രഹത്തിലൊക്കെ ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. നോക്കി, കണക്ക് വച്ചിട്ടാണ് ദൈവം ഒരു വിധി കൽപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹത്തിന് വിരുദ്ധമായുള്ള തിന്മകളായിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതായത് രോഗിയെ കാണാൻ പോകുന്നില്ല, കാരണം ഞാൻ രോഗികളെ സ്നേഹിക്കുന്നില്ല. ഒന്നുമില്ലാത്തവൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല, കാരണം അങ്ങനെയുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നില്ല. എൻ്റെ ദൈവം പറയുന്നു, ഞാൻ സ്നേഹമാണെങ്കിൽ എന്നെ സ്വന്തമാക്കണമെങ്കിൽ പരിപൂർണമായൊരു സ്നേഹം നിൻ്റെ ഭാഗത്തു നിന്ന് നീ പ്രകടിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇത്രയും നേരം നമ്മൾ വചനത്തിൽ ശ്രവിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് ആലോചിച്ച് ഈ വിചിന്തനം നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇനി ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നു. ഒന്ന്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മഗ്ദലേന മറിയത്തെ പോലെ ദൈവം ജീവിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ ഒരടയാളം പോലും ഇല്ലാത്ത സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന പല മേഖലയിലും ഉണ്ടാകാം. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്തും സ്നേഹിക്കുന്ന കർത്താവിനെ വിടാതെ പിടിച്ച് അവന് വേണ്ടി ത്യാഗം ചെയ്ത് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ചലനമറ്റ കർത്താവെങ്കിൽ ആ കർത്താവിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നിനക്കുണ്ടാവുന്ന ആദ്യത്തെ പടിയാണ് ദൈവദൂതന്മാർ നിനക്ക് മാർഗദർശനം അരുളാൻ ഉണ്ടാകും. അടുത്ത പടി, വീണ്ടും കർത്താവിനെ വിടാതെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ ദൈവത്തിന് നിന്നെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്നേഹിക്കുന്നവന് കർത്താവിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും. പിന്നെ അച്ഛൻ പറഞ്ഞ കാര്യം, ഉദ്ധിതനായ യേശുവിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് മഗ്ദലേന മറിയം ഇപ്രകാരം പൊട്ടിക്കരഞ്ഞു. സഭ പഠിപ്പിക്കുന്നു, ബലിപീഠമാണ് ഉദ്ധിതനായ കർത്താവിൻ്റെ കല്ലറ. ഇതിനു മുൻപിൽ സമയം പ്രഭാതം, ഓരോ പ്രഭാതത്തിലും ദിവ്യബലിയിൽ ഈ ബലിപീഠത്തിന് മുൻപിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അവഗണിച്ചു പോകാൻ നമ്മുടെ കർത്താവിന് സാധിക്കില്ല. നമ്മുടെ കർത്താവ് സർവശക്തനാണെങ്കിലും നമ്മുടെ കർത്താവിനുള്ള ഏറ്റവും വലിയ ബലഹീനതയാണ് എത്ര തെറ്റ് ചെയ്താലും എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കുക കർത്താവേ, എനിക്കിതിന് ഒത്തിരി ഇഷ്ടമാട്ടോ എന്ന് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് നമ്മുടെ കർത്താവ് ഓട്ടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് തന്നെ സ്വന്തമായിട്ട് ചേർത്ത് നിർത്തും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവമേ, സുഖത്തിലും ദുഃഖത്തിലും ഞങ്ങളുടെ സ്വഭാവവും സ്വഭാവ വ്യതിയാനങ്ങളും അനുസരിച്ച്, ഞങ്ങളുടെ മൂഡ് ചേഞ്ച് അനുസരിച്ച് നിന്നെ സ്നേഹിക്കാതെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്നെ സ്നേഹിക്കാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ. യാക്കോബിനെ പോലെ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ, ഇടുപ്പിലെല്ലാം ഒട്ടിഞ്ഞിട്ടും എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അനുഗ്രഹം മേടിച്ച യാക്കോബിനെ പോലെ അനുഗ്രഹം മേടിക്കാൻ. കാരണം വചനഭാഗത്ത് അങ്ങ് പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് കൈക്കലാക്കും. ജീവിതത്തിൽ എന്തു നടന്നാലും ബലം പിടിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ വിടില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും കർത്താവിനെ ചേർത്ത് പിടിക്കാനുള്ള അഭിഷേകവും അനുഗ്രഹവും നല്ല ദൈവമേ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.